അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ജുനിപ്പർ സ്വിച്ചിൽ MAC അഡ്രസ് സ്റ്റാറ്റിക് ആയിട്ടൊരു ഇൻ്റർഫേസിൽ കോൺഫിഗർ ചെയ്യുക, അതുപോലെ എന്തിനു വേണ്ടിയാണ് MAC അഡ്രസ് സ്റ്റാറ്റിക് ആയിട്ട് കോൺഫിഗർ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഡിവൈസ് ലോഗിൻ ചെയ്യുന്നുണ്ട്. റൂട്ട് CLI എഡിറ്റ്. ഓക്കെ, കോൺഫിഗറേഷൻ മോഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ MAC അഡ്രസ്സ് ഒരു ഇൻ്റർഫേസിൽ സ്റ്റാറ്റിക് ആയിട്ട് കോൺഫിഗർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഇൻ്റർഫേസിൽ ആ MAC അഡ്രസ്സ് ശരിക്കും ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു പോർട്ടിന് മാത്രം, ആ ഒരു കണക്ട് ചെയ്യുന്ന MAC അഡ്രസ്സ്, അതായത് ആ ഒരു ഇൻ്റർഫേസിൽ ആ ഒരു MAC അഡ്രസ്സ് ആണെങ്കിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ കൊടുത്താൽ മതി, അതായത് അലോ ചെയ്താൽ മതി എന്നാണ് നമ്മൾ MAC അഡ്രസ്സ് സ്റ്റാറ്റിക് ആയിട്ട് കോൺഫിഗർ ചെയ്യുന്നതിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫിഗറേഷനിലേക്ക് പോവാം. അപ്പോൾ അതിന് സെറ്റ് VLAN, ഓക്കെ, സെറ്റ് VLANs ഡിഫാൾട്ട്. ഓക്കെ, ഇവിടെ ഞാൻ സെറ്റ് VLAN ഡിഫാൾട്ട് എന്ന് കൊടുക്കുന്നത് ഈ ഡിഫാൾട്ട് VLAN ആണ് ഇപ്പോൾ ഈ സ്വിച്ചിലുള്ളത്. ആ ഡിഫാൾട്ട് VLANലാണ് ആ ഇൻ്റർഫേസ് ഉള്ളത്, അതായത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് MAC അഡ്രസ്സ് അസൈൻ ചെയ്യാൻ പോകുന്ന ഇൻ്റർഫേസ് ഉള്ളത്. ഇവിടെ ഏത് VLANലാണോ ആ ഇൻ്റർഫേസ് ഉള്ളത് നമുക്ക് ആ ഒരു VLANൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ ഡിഫാൾട്ട് VLANലായതുകൊണ്ട് ഡിഫാൾട്ട് എന്ന് കൊടുത്ത്, ഇനി സ്വിച്ച് ഓപ്ഷൻ കൊടുത്ത്, ഓക്കെ, ഇനി ഇൻ്റർഫേസ് ഇനി നമ്മൾ ഏത് ഇൻ്റർഫേസിലാണോ സ്റ്റാറ്റിക് ആയിട്ട് MAC അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത് ആ ഒരു ഇൻ്റർഫേസ് നെയിം GE 0/0/ ഞാനൊരു 10ാമത്തെ ഇൻ്റർഫേസാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ 10. ഇനി സ്റ്റാറ്റിക് MAC, ഓക്കെ, സ്റ്റാറ്റിക് MAC. ഇനി നമ്മുടെ MAC അഡ്രസ്സ് അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ 10ാമത്തെ പോർട്ടിൽ സ്റ്റാറ്റിക് ആയിട്ട് അസൈൻ ചെയ്യുന്ന MAC അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. 88A4 C2 3A CC B1. ഓക്കെ, ഇതാണ് ഞാൻ ഈ ഒരു ഇൻ്റർഫേസിൽ സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കുന്ന MAC അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു MAC അഡ്രസ്സ് ഈ ഒരു ഇൻ്റർഫേസിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യുള്ളൂ. ഞാൻ സെൻറ്റർ കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് കമ്മിറ്റ് കൊടുക്കാം. ഓക്കെ, കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് MAC അഡ്രസ്സ് ഷോ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി റൺ ഷോ ഇഥർനെറ്റ് സ്വിച്ചിങ് ടേബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ MAC അഡ്രസ്സ് കോൺഫിഗർ ചെയ്ത ഡിഫാൾട്ട് VLAN ആണ് അത് കാണിക്കുന്നുണ്ട്. കോൺഫിഗർ ചെയ്ത MAC അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഈ MAC ഫ്ലാഗ്സ് നോക്കിയാൽ കാണാം S ആണ്. S എന്ന് പറഞ്ഞാൽ ഓക്കെ സ്റ്റാറ്റിക് MAC ആണ്. പിന്നെ അതുപോലെ ഇൻ്റർഫേസ് കാണിക്കുന്നത് GE 0/0/10 ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 10ാമത്തെ ഇൻ്റർഫേസിൽ നമ്മൾ ഈ കാണുന്ന MAC അഡ്രസ്സ് സ്റ്റാറ്റിക് ആയിട്ട് കോൺഫിഗർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റർഫേസിൽ ഈ ഒരു MAC അഡ്രസ്സുള്ള ഡിവൈസ് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ MAC അഡ്രസ്സ് സ്റ്റാറ്റിക് ആയിട്ട് കോൺഫിഗർ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു MAC അഡ്രസ്സ് സ്റ്റാറ്റിക് ആയിട്ട് കോൺഫിഗർ ചെയ്യുന്നതോടുകൂടി നമുക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം MAC സ്പൂഫിംഗ് പോലുള്ള അറ്റാക്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹാക്കർ ഒരു MAC അഡ്രസ്സ് സ്പൂഫ് ചെയ്ത്, ഇപ്പോൾ ഈ ഒരു സെയിം MAC അഡ്രസ്സ് സ്പൂഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു 24 പോർട്ട് സ്വിച്ചിലെ വേറെ ഏതെങ്കിലും ഒരു ഇൻ്റർഫേസിൽ കണക്ട് ചെയ്താലും ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ല. കാരണം ഈ ഒരു ഇൻ്റർഫേസിൽ ഈ ഒരു MAC അഡ്രസ്സ് കണക്ട് ചെയ്താൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അതുപോലെ അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ ഒരു സ്വിച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു പോർട്ടിൽ ഈ ഒരു ഇൻ്റർഫേസിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു യൂസർ ഒരു MAC അഡ്രസ്സുള്ള ഡിവൈസ് കൊണ്ടുപോയി കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ല. കാരണം ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ ഈ ഒരു MAC അഡ്രസ്സ് വെച്ച് ലോക്ക് ചെയ്തുകൊണ്ട്, അതായത് സ്റ്റാറ്റിക്കലി അസൈൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു MAC ആണെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അതുപോലെ നമുക്ക് MAC അഡ്രസ് സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കുന്നതിലൂടെ
ക്രിട്ടിക്കൽ ഡിവൈസ് പ്രൊട്ടക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസസ്, ഇപ്പോൾ സെർവേഴ്സ്, പ്രിൻറ്റേഴ്സൊക്കെ സ്റ്റാറ്റിക്കായിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ട്രാഫിക് എഫിഷ്യൻസി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സ്വിച്ച് ട്രാഫിക് പാസ് ചെയ്യുമ്പോൾ, അതായത് ഡാറ്റ ഫോർവേഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഏത് മാക് അഡ്രസ്സിലേക്കാണോ വേണ്ടത് ആ ഒരു മാക് അഡ്രസ്സ് ഈ സ്വിച്ചിൽ സ്റ്റാറ്റിക്കായിട്ട് അസൈൻ ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഈ ഒരു മാക് അഡ്രസ്സിലേക്ക് സ്വിച്ചിന് ട്രാഫിക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അൺനെസസറി ബ്രോഡ്കാസ്റ്റ് ട്രാഫിക്, അതായത് ഫ്ലഡ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി ഒരു സ്വിച്ച് ഫ്ലഡ് ചെയ്യുക, കാരണം മാക് അഡ്രസ്സ് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം സ്റ്റാറ്റിക്കായിട്ട് മാക് അഡ്രസ്സ് അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കറക്റ്റ് ഈ ഒരു പോർട്ടിലേക്ക് തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാക് അഡ്രസ്സ് സ്റ്റാറ്റിക്കായിട്ട് അസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഓരോ ഡിവൈസിലും ഓരോ പോർട്ടിൽ സ്റ്റാറ്റിക്കായിട്ട് മാക് അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത്. അതുപോലെ ഒരിക്കലും ഒരു ഡൈനാമിക് എൻവയോൺമെൻറ്റിൽ നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് മാക് അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത് പോസിബിൾ അല്ല. ഓക്കെ, അതുപോലെ ട്രബിൾ ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡിലേ വരും മാക് അഡ്രസ്സ് സ്റ്റാറ്റിക്കായിട്ട് അസൈൻ ചെയ്യുമ്പോൾ. ഈ കാര്യങ്ങളൊക്കെയാണ് മാക് അഡ്രസ്സ് സ്റ്റാറ്റിക്കായിട്ട് അസൈൻ ചെയ്യുന്നതിനുള്ള പ്രോസും അതുപോലെ കോൺസും. അപ്പോൾ ഇങ്ങനെയാണ് മാക് അഡ്രസ്സ് സ്റ്റാറ്റിക്കായിട്ട് അസൈൻ ചെയ്യുന്നതും. ഈ ഒരു യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക് അഡ്രസ്സ് സ്റ്റാറ്റിക്കായിട്ട് അസൈൻ ചെയ്യുന്നത് ഒരു ഇൻ്റർഫേസിൽ. ഓക്കെ.